ഓക്കെ, എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് റഹീന, സ്വദേശം മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ്. ഏകദേശം 4 വർഷത്തോളമായി നിങ്ങൾ ഇപ്പോൾ കേട്ട ഏകദേശം 30 മിനിറ്റുകളോളം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ഈ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ വലിയൊരു ബിസിനസ് മേഖല എന്നൊക്കെ ചിലപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നോടും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശ്വസിക്കാതെ കയറി വന്നൊരു വ്യക്തിയാണ്. എനിക്ക് മുൻപ് ഒരുപാട് ആളുകൾ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണോ, എനിക്ക് പോസിബിൾ ആണോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള ഒരു 100 സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. 4-4.5 വർഷം മുൻപ് നിങ്ങളെപ്പോലെ ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാനും ഏതാനും നിമിഷങ്ങൾ ഇരുന്നിട്ടുണ്ട്. പ്രൊഡക്റ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായി അലവി സാർ പറഞ്ഞു തന്നു. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് കേട്ട മാത്രയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കുക, ഇത്രക്ക് ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റുകളോ, ഇങ്ങനെയൊക്കെ റിസൾട്ടുകൾ കിട്ടുന്ന പ്രൊഡക്റ്റുകളോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടേഴ്സിന് ഇതിനെ കുറിച്ച് പറഞ്ഞുകൂടാ? മെഡിക്കൽ ഫാർമസികളിൽ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് കഴിച്ചാൽ പോരെ, വേറെ ഒന്നും വേണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് ധാരണകൾ നമ്മൾക്കുണ്ടായിട്ടുണ്ടാകും. അതിന് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ കഴിച്ചാൽ എന്തുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നു? ഇതിൽ മെഡിസിൻസ് എന്തെങ്കിലും അരച്ച് ചേർത്തിട്ടുണ്ടോ, അല്ലോ അതോ മാജിക്കലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതൊന്നുമല്ല. നമ്മുടെയൊക്കെ ശരീരത്തിന് ഒരു ഘടനയുണ്ട്. നമ്മുടെയൊക്കെ പൂർവികര് നല്ല ഹെൽത്തി ആയി ജീവിച്ചിരുന്നില്ലേ? ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടു കൂടെ, നല്ല സമാധാനത്തോടു കൂടെ, നല്ല സന്തോഷത്തോടു കൂടെ ജീവിച്ചിരുന്നില്ലേ? എന്നാൽ നമ്മൾക്കിന്ന് സാധ്യമാണോ? അല്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്ന് നല്ല അധികം വളർന്നിട്ടുണ്ട്. ഈ ജനറേഷനാണ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നന്നായിട്ട് അവൈലബിൾ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ രോഗികളുടെ എണ്ണം കുറയണ്ടേ? ദിനം പ്രതി എന്നോണം രോഗികളുടെ എണ്ണം കൂടുന്നല്ലേ ഉള്ളൂ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്ക് അവൈലബിൾ ആണ്, ഡോക്ടേഴ്സ് ഉണ്ട്, രോഗം നിർണ്ണയിക്കാനുള്ള എക്യുപ്മെന്റ്സുകൾ, മെഡിക്കൽ ലബോറട്ടറീസ്, സ്കാനറിങ്, അതേപോലെ എക്സ്റേ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മെഡിസിൻസിനും ഒരു കുറവുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം കുറയണ്ടേ? എന്നാൽ കുറയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ പൂർവികരിൽ നിന്നും നമ്മുടെ ജീവിത രീതി ഒരുപാട് വ്യത്യസ്തതയിലേക്ക് മാറിക്കഴിഞ്ഞു. ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. നമ്മുടെ പൂർവികർ ജീവിച്ച രീതിയിൽ നമുക്കിനി ജീവിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചുള്ളത് ഭക്ഷണത്തിലാണ്. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കേണ്ടത്? നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യാൻ വേണ്ട ന്യൂട്രീഷൻസും മിനറൽസും വൈറ്റമിൻസും കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്തുന്നില്ല എന്ന് മാത്രമല്ല, ബോഡിക്ക് ഹാർംഫുൾ ആകുന്ന തരത്തിലുള്ള പോയിസൺസും പ്രിസർവേറ്റീവ്സും ടോക്സിൻസും നിരന്തരമായി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. ഇതിന്റെ ഒരു ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാകുന്നത്. അവിടെ ഈ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് വേണ്ട കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. ഭക്ഷണത്തിൽ നിന്ന് കയറി വരുന്ന വേസ്റ്റുകളെയും വിഷാംശങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഹെൽത്തി ആവും. ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ നിന്ന് അസുഖങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ബോഡി എത്തും. എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാനും ബോഡി സജ്ജമാവും. ഇതുകൊണ്ടാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റുകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെഡിസിൻസ് അരച്ച് ചേർത്തുകൊണ്ടോ ഇത് മാജിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഇതാണ് ഇതിന്റെ ബാക്കിലുള്ള ശാസ്ത്രം. നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടോ ഇല്ലേ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മുൻപൊക്കെ 60 വയസ്സിന് ശേഷമാണ് ജീവിതശൈലി രോഗങ്ങൾ കണ്ടിരുന്നത് എന്നാണെങ്കിൽ, ഇന്ന് 30 വയസ്സിലും 20 വയസ്സിലും, എന്തിന് 15 വയസ്സിലുള്ള കുട്ടികൾക്ക്, കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻക്വയറി വന്നു, 5 വയസ്സുള്ള കുട്ടിക്ക് ഷുഗർ ആണ്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജനറേഷന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കുക, ഈ പ്രൊഡക്റ്റുകൾ നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനും ആവശ്യമുള്ളതാണെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ഈ ഒരു മേഖല ഏറ്റെടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? പലരും ചിന്തിക്കുന്ന ഡിജിറ്റൽ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് ഓൺലൈൻ ആണോ അത് തട്ടിപ്പാണ്, ഓൺലൈൻ ആണോ അത് തട്ടിപ്പാണ്. ഈ ചിന്തയോടുകൂടെ എന്നെ കേട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. ഒന്ന് ചിന്തിക്കണം.
ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്റെ കയ്യിലൂടെ എന്റെ കൈകളിലൂടെ കൂടുതൽ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് കൊണ്ട് കമ്പനി എനിക്ക് 500 രൂപ അയച്ചിരുന്നു. ഇതിന് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ? മാന്യമായ കച്ചവടമല്ലേ? അതും ഈ പ്രൊഡക്റ്റുകള് എന്നെ പോലുള്ള ഓരോ വ്യക്തികളും, എനിക്ക് മുൻപ് വന്ന 2-3 വ്യക്തികൾ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. അവരുടെ മക്കൾക്ക്, വീട്ടിലുള്ളവർക്ക്, പേരൻസിന് ഒക്കെ ഈ പ്രൊഡക്റ്റ് കൊടുത്ത സാഹചര്യത്തിൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വന്ന സമയത്ത് മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ എത്തിച്ചു കൊടുത്തു. ആ ഒരു കാരണം കൊണ്ട് ആവശ്യക്കാരുള്ള ആളുകൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് വരുമാനം കിട്ടുന്നു. എന്ത് തട്ടിപ്പാണ് അതിലുള്ളത്? അതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു, ഞാൻ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു, എനിക്ക് വരുമാനമുണ്ട്. ഈ വരുമാന മാർഗം എനിക്ക് എന്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എന്റെ കസിൻസിനോ എന്റെ വേണ്ടപ്പെട്ടവർക്കോ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്കും ഒരു വരുമാന മാർഗം എന്റെ കൈകളിലൂടെ കിട്ടുന്നു. എന്തെങ്കിലും തെറ്റുണ്ടോ അതില്? നിങ്ങളുടെ ഒരു വെൽവിഷർ, നിങ്ങളുടെ വേണ്ടപ്പെട്ടത് ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത വ്യക്തിയായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവസരം കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ഈ അവസരം നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം കേൾപ്പിച്ചത് എന്റെ സ്വന്തം ഉമ്മാക്ക. എന്റെ സ്വന്തം ഉമ്മ ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മകൾക്ക് സ്വന്തം ഉമ്മാക്ക് കൊടുക്കാൻ പറ്റിയ അവസരമാണ് നിങ്ങളുടെ കൺമുന്നിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത് ഏറ്റെടുത്തത് കൊണ്ട് എന്ത് നേടി എന്ന് പറയുകയാണെങ്കിൽ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഞാൻ ഇന്ന് ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിലേക്ക് വളരാൻ സാധിച്ചു. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിക്കൊണ്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു ഞാൻ. വെറും 3500 രൂപ സാലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ മകളെ വളർത്താൻ വേണ്ടിയിട്ട്. കാരണം അവളെ ഒറ്റക്കാണ് ഞാൻ വളർത്തുന്നത്. ഇന്ന് അവള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് അവളുടെ കാര്യങ്ങൾ ഒരു അല്ലലില്ലാണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 4-4.5 വർഷം മുൻപ് ഈ ഒരു അവസരം എന്റെ കയ്യിൽ പടച്ച തമ്പുരാൻ എത്തിച്ചു തന്നതുകൊണ്ടാണ്. ഇന്ന് 70 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചു. ഞാൻ മറ്റേത് മേഖല ചെയ്താൽ ഒരു സാധാരണ സ്ത്രീക്ക് 70 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കാൻ പറ്റും. വെറും 3500 രൂപ സാലറിയിൽ വർക്ക് ചെയ്തിരുന്ന ഞാൻ ഇന്ന് എന്റെ മകളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു മാസം മാറ്റി വെക്കുന്നത്, KSFE ചിട്ടിയായിട്ടും പോസ്റ്റ് ഓഫീസ് RD ആയിട്ടും മാറ്റി വെക്കുന്നത് 65,000 രൂപക്ക് മുകളിലാണ്. എന്നെപ്പോലുള്ള സ്ത്രീകള് 6,000 രൂപക്കും 7,000 രൂപക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നെട്ടോട്ടം ഓടി സാലറി വാങ്ങിക്കുന്ന സമയത്താണ് 65,000 രൂപ മാറ്റി വെക്കുന്നത്, സേവിങ്സ് ആയിട്ട് നീക്കിയിരിപ്പ് എന്റെ കയ്യിലുള്ളത്. ഒരാഴ്ച വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉയർത്താനും ഒരു മാസം 5-6 ലക്ഷം രൂപയോളം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മലപ്പുറം ജില്ലയിൽ എന്റെ നാട്ടിൽ എന്റെ കുടുംബത്തോട് കൂടെ ജീവിച്ചുകൊണ്ട് എനിക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും വലിയ സ്വപ്നങ്ങളായ എല്ലാ സ്വപ്നങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 25 ലക്ഷം രൂപ വരുന്ന ഫോക്സ്വാഗൺ ടൈഗർ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 2-3 സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്റെ നാട്ടിൽ 10 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി ടോക്കൺ കൊടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കൂടെ ഭർത്താവില്ലാണ്ട് ഈ കിട്ടുന്ന 4-4.5 വർഷം കൊണ്ട് എന്റെ കൈവെള്ളയിൽ കിട്ടിയ ഈ അവസരത്തിലൂടെ വെറും ഒരു സാധാരണ സ്ത്രീ ആയിട്ടുള്ള എനിക്കിതൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് സാധ്യമാണ്. കാരണം എനിക്ക് ഒരു മുൻപരിചയവും ഇല്ലാണ്ട്, ബിസിനസ് ചെയ്ത ഒരു പാരമ്പര്യമില്ലാണ്ട്, എന്റെ ഫാദർ ഒരു സാധാരണ ഒരു പ്രവാസിയാണ്. ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് 70 ലക്ഷം രൂപ ഈ റഹീനക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും സാധ്യമാണ്. ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ അലവി സാർ പറഞ്ഞ പോലെ ഒരുപാട് 1000 കാതങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ്, ആ സിംഗിൾ സ്റ്റെപ്പ്, അവിടെയാണ് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കേണ്ടത്. ആ സിംഗിൾ സ്റ്റെപ്പിന് നിങ്ങൾ ഒരുക്കമാണോ? ഇന്നൊരു തീരുമാനമെടുക്കുക, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാം. ഒറ്റക്ക് അല്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തോടു കൂടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഉണ്ടാകും. ആ ടീമിന്റെ ഹെൽപ്പോട് കൂടെ, അവരുടെ സപ്പോർട്ടോട് കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏത് കഴിവില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, ഏത് ഏജ് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മതമായിക്കോട്ടെ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ, ഏത് നാട്ടിലുള്ള വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനെ പറ്റിയൊരു അവസരമാണ് ദൈവം നിങ്ങളുടെ കൺമുന്നിൽ തന്ന ഒരു കച്ചിത്തുരുമ്പായി കണ്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ നാളെ വലിയ ലെവലിൽ നിങ്ങളെയും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ നേരുന്നു. നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു.